പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേകം. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യ നാമത്തിൽ കൃപയും സമാധാനവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ സന്തോഷമുണ്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ നിങ്ങളുമായിട്ട് ഈ ഒരു സമയം കുറച്ച് സമയമായിരിക്കാൻ ബഹുമാനപ്പെട്ട ബിനോയിച്ചനും കൂടെയുണ്ട്. ഒരു കൂട്ടായ്മയുള്ള ശുശ്രൂഷയാണ് ഈ ദിവസങ്ങളിൽ കർത്താവ് ഈ നോമ്പ് കാലത്ത് കൂടുതൽ തരുന്നത്. സാമസനച്ചൻ്റെ കൂട്ടായ്മയിൽ, ബിനോയിച്ചൻ്റെ കൂട്ടായ്മയിൽ, അതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ചും കൂട്ടായ്മയിൽ വിധേയപ്പെട്ട് വെളിമപ്പെട്ട ഒരു ശുശ്രൂഷ കർത്താവ് ഈ നോമ്പ് കാലഘട്ടത്തിൽ കൂടുതൽ തരുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ബിനോയിച്ചനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. നിങ്ങളിൽ അനേകം പേര് ആ കൂട്ടായ്മയുടെ ഭാഗമായി ഓരോ ശനിയാഴ്ചകളിലും അഭിഷേകാഗ്നി കൺവെൻഷന് വേണ്ടി പ്രാർത്ഥനകൾ, ഉപവാസങ്ങൾ അർപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകൾ തുടരണം. എല്ലാ ശനിയാഴ്ചകളിലും തന്നെ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് അഭിഷേകാഗ്നിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന തുടരണമെന്ന് ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇതുവരെ തുടങ്ങാതെ ആദ്യമായിട്ട് ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ താല്പര്യമുള്ളവർക്ക് ശനിയാഴ്ച ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഞായറാഴ്ച അഭിഷേകാഗ്നി കാണുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും ശുശ്രൂഷയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ നിങ്ങൾ ക്ഷണിക്കുകയാണ്. ഇനി മറ്റൊരു കാര്യമുള്ളത്, നമ്മൾ ഈ ശുശ്രൂഷയുടെ സമയത്ത് കുട്ടികളെ, യുവജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടണം. മാറി മാറി, ചിലപ്പോൾ ബിനോയിച്ചനായിരിക്കും, ചിലപ്പോൾ ഞാനായിരിക്കും. എന്തായാലും ശരി, അതിൻ്റെ ഒരു അടിസ്ഥാന ചൈതന്യം ഇതാണ്. 1 കൊറിന്തോസ് 3:5 ഇത് കർത്താവ് ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവമാണ് ശുശ്രൂഷ ചെയ്ത്, യേശു ക്രിസ്തു നേരിട്ട് സംസാരിക്കുന്ന സമയമാണ് വചന ശുശ്രൂഷയുടെ സമയം. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവർ അത്ര പ്രധാനപ്പെട്ടവരല്ല, ഉപകരണങ്ങൾ മാത്രമാണ്. 1 കൊരിന്തോസ് 3:5 അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ച് തന്നതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. അതുകൊണ്ട് കർത്താവ് നിശ്ചയിക്കുകയാണ് ബിനോയിച്ചൻ പ്രസംഗിക്കട്ടെ, അപ്പോൾ ബിനോയിച്ചൻ പ്രസംഗിക്കുന്നു. കർത്താവ് നിശ്ചയിക്കുകയാണ് വട്ടായിലച്ചൻ പ്രസംഗിക്കട്ടെ, അപ്പോൾ വട്ടായിലച്ചൻ പ്രസംഗിക്കുന്നു. അല്ലെങ്കിൽ സാംസനജനാണ് പ്രസംഗിക്കുന്നത്, അങ്ങനെ ആയിക്കോട്ടെ. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തായാലും നടപ്പാകട്ടെ. നമുക്ക് അതിനു വേണ്ടി നമ്മുടെ ഹൃദയം തുറക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വളരെ തുറവിയോടെ ഈശോയിൽ നിന്ന് വചനം കേൾക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. നല്ല ഒന്ന് ഉറക്കെ പറഞ്ഞേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ച് സ്തുതിച്ച് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് പ്രാർത്ഥിക്കണം. ഈ സമയത്ത് രോഗികൾ സൗഖ്യം പ്രാപിക്കാൻ ദൈവം ഇടപെടുത്തും. ഈ സമയത്ത് കുടുംബത്തിൽ പ്രകടമായ പരിശുദ്ധാത്മ അഭിഷേകം കർത്താവ് ചൊരിയും. ഈ സമയത്ത് കുട്ടികളുടെ ബുദ്ധി തെളിഞ്ഞ് അന്ധകാര പീഡകൾ വിട്ടുമാറി വലിയ കൃപകൾ കൊണ്ട് കുട്ടികൾ അഭിഷേകം പ്രാപിക്കും. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്ന സമയമാണ്. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ, അഗ്നിനാവുകൾ തൻ രൂപത്തോടെ. കൊടുങ്കാറ്റടിക്കും ആരവത്തോടെ, അഗ്നിനാവുകൾ തൻ രൂപത്തോടെ. ഭൂമിയിളകും അഭിഷേക ശക്തിയ, ഭൂമിയിളകും അഭിഷേക ശക്തിയ. വേഗം ആഗതമാകണമേ,
ദിനമാകട്ടെ, കരങ്ങളടിച്ച് അഭിഷേകത്തീക്കാൻ വീശട്ടെ. കൈയടിച്ച് പുതിയൊരു പെന്തക്കോസ്ത ദിനമാകട്ടെ, ഇന്ന് അഭിഷേകത്തീക്കാൻ വീശട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാൻ അഭിഷേക നീയാൽ പൂരിതരാകട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാൻ അഭിഷേക നീയാൽ പൂരിതരാകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. പറയണമേ, പറയണമേ, ക്ഷീണിതരെ ശക്തിപ്പെടുത്തണമേ. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ, 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 ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ ആരാധന, ആരാധന, യേശുവേ നന്ദി, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്വസ്ഥാനങ്ങളിലേക്ക് ഇരിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് കർത്താവ് തന്നൊരു വചനം ആദ്യം പറഞ്ഞ് നമ്മൾ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 18-ാം അധ്യായം 19-ഉം 20-ഉം തിരുലിഖിതങ്ങൾ. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റി തരും. അതൊരു ഉറപ്പാണ്. ഭൂമിയിൽ നിങ്ങൾ 2 പേർ, ഒരു ദ സ്മോളസ്റ്റ് കമ്മ്യൂണിറ്റി, സുവിശേഷത്തിലെ ഏറ്റവും ചെറിയ കമ്മ്യൂണിറ്റിയുടെ ഒരു പതിപ്പാണ് 2 പേരുടെ കമ്മ്യൂണിറ്റി. ഒരാൾ ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്കാണ്. അതങ്ങനെയല്ല. ഇവിടെ വേണം ഇങ്ങനെ പറയാറുന്നു, ഭൂമിയിൽ നിങ്ങൾ ആത്മാർത്ഥമായി ചോദിക്കുന്ന, അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല ഈശോ ഇവിടെ പഠിപ്പിക്കുന്നത്. ഭൂമിയിൽ നിങ്ങളിൽ 2 പേർ എന്ന് പറഞ്ഞാൽ കുറ്റങ്ങളുള്ളവർ, കുറവുകളുള്ളവർ, അവർ 2 പേര് യോജിച്ച് ചോദിക്കുന്ന എന്ന് പറഞ്ഞാൽ ഏക ഹൃദയത്തോടെ യോജിച്ച് ചോദിക്കുന്ന ഏതൊരു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2 3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. അസന്നിഗ്ധമായിട്ട് കർത്താവ് ഒരു പ്രോമിസ് തരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, സ്വർഗം, പിതാവായ ദൈവം, പരിശുദ്ധ ത്രിത്വം, ഈശോ മിശിഹ വളരെ വിലമതിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യർ ഒരുമിച്ച് മൂവ് ചെയ്യുന്നത്, ഒരു കമ്മ്യൂണിറ്റിയായി മൂവ് ചെയ്യുന്നത്, ഒരു സമൂഹമായി ഒരുമിച്ച് കൂടുന്നു, ഒരു സമൂഹമായി ശുശ്രൂഷ ചെയ്യുന്നു, ഒരു സമൂഹമായി പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് കൂടുക, ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അനുഗ്രഹം പ്രാപിക്കാൻ സുവിശേഷം, ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്ന മാർഗങ്ങളിൽ ഒരു മാർഗമാണ് 2 പേർ ഒരുമിച്ച് വരിക, 2 3 പേർ ഒരുമിച്ച് കൂടുക, സഭയായി സമ്മേളിക്കുക, ഒരു കമ്മ്യൂണിറ്റിയായി കൂടുക. കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഒരു പുസ്തകത്തിൽ വായിച്ചത്, ഒരു ലോകത്തിൻ്റെ ഒരു അരൂപി എന്ന് പറഞ്ഞ ഒരു ചിന്ത ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്. ഒരു മഹാനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു ആസ്പിറേഷൻ പറയണതാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. പുസ്തകത്തിൽ അവർ എഴുതിയിട്ട് ഇങ്ങനെയാണ്: ആകാശത്തിലെ അനേകം നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമായി ഇരിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഭൂമിയിലെ ഏതെങ്കിലും ഒരു മലയിൽ, ഏതെങ്കിലും ഒരു കാട്ടിൽ ഒരു പാറയായി തല ഉയർത്തി നിൽക്കുന്ന ഒരു കരിമ്പാറയായിരിക്കാനാണ് എനിക്കിഷ്ടം. എന്ന് പറഞ്ഞാൽ അവിടുത്തെ രാജാവായിരിക്കണം. ഒരുപാട് ഘടകങ്ങൾ ചേർന്നാലാണ് നക്ഷത്രങ്ങളുടെ ഇടയിൽ ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. അതൊന്നും ഞാനൊരു കരിമ്പാറയിൽപ്പെടില്ല, ഞാനുള്ളിടത്ത് ഞാനായിരിക്കണം രാജാവ്. ഒരു കാട്ടിലാണെങ്കിൽ ആ കാട്ടിൽ തല ഉയർത്തിക്കുന്ന ഒരു പാറ, എൻ്റെ മുകളിൽ പിന്നെ ഞാനായിരിക്കണം അവിടുത്തെ രാജാവ്. പ്രിയപ്പെട്ട, ഇതൊരു അരൂപിയാണ്.
ഈ അരൂപിയുടെ പേരാണ് ലോകത്തിൻ്റെ അരൂപി. വേൾഡ്ലി സ്പിരിറ്റാണത്. ഇൻഡിവിജ്വലിസം, സ്വതന്ത്ര ലോകം വേണം, എനിക്കെൻ്റെ സ്പേസ് വേണം, എനിക്കെൻ്റെ ലോകം, എനിക്ക് സ്വതന്ത്ര ലോകത്തിൽ ഞാനായിരിക്കണം, ഞാൻ രാജാവായിരിക്കുന്ന ഒരു സ്വതന്ത്ര രാജ്യം, എനിക്ക് ഒരു സ്വതന്ത്ര ലോകം വേണം. ഇൻഡിവിജ്വലിസം, ഓട്ടോണമസ് കിങ്ഡം പോലെ ഇരിക്കാനാണ് ഓരോരുത്തരുടെ ഉള്ളിലുള്ള അരൂപി പറഞ്ഞത്. അത് ലോകത്തിൻ്റെ അരൂപിയാണ്, അത് സ്വാർത്ഥരുടെ അരൂപിയാണ്. ഈ അരൂപിക്ക് നേരെ വിപരീതമായ അരൂപിയാണ് സുവിശേഷത്തിൻ്റെ അരൂപി. ആ സുവിശേഷത്തിൻ്റെ അരൂപി പറയണത് നമ്മുടെ ഇഷ്ടങ്ങൾ ബലി ചെയ്ത്, നമ്മുടെ താല്പര്യങ്ങൾ നിഗനിച്ച്, വേറെ കുറവും കുറ്റങ്ങളും ബലഹീനതയുള്ള മറ്റൊരു മനുഷ്യനോട് ചേർന്ന് രണ്ടുപേർ ഒരുമിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ പ്രാധാന്യത്തിന് കുറയും. 2-3 പേർ ഒരുമിച്ച് വരും, വീണ്ടും നമ്മുടെ പ്രാധാന്യം കുറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരൻ, അങ്ങനെ അനേകം നക്ഷത്രങ്ങൾ, ഒരു നക്ഷത്രമായിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ ആയിരിക്കുക. ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, അട്ടപ്പാടി സഖിയോൻ ധ്യാനകേന്ദ്രത്തിൻ്റെ ശുശ്രൂഷകൾ ആരംഭിച്ച കാലം തൊട്ട് ദൈവത്തിൻ്റെ കരുണയാൽ ഇവിടെ കർത്താവ് വലിയൊരു കൃപ തന്നു. ഇവിടെ വരുന്ന വൈദികർ, ഇവിടെ വരുന്ന അൽമായ ശുശ്രൂഷകർ, ഇവിടെ വരുന്ന സിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ അതായത് ഇവിടെ കർത്താവ് ശുശ്രൂഷകരായി നിയമിക്കുമ്പോൾ അത് അവർ തൻ്റെ തന്നെ ഇഷ്ടങ്ങൾ ബലി ചെയ്ത്, തൻ്റെ തന്നെ വഴികളെ ഉപേക്ഷിച്ച് ഒരൊറ്റ സമൂഹമായി, ഒരൊറ്റ ഒരു സൈന്യം പോലെ നിന്ന് പ്രവർത്തിക്കാൻ തങ്ങളെ തന്നെ ഇല്ലായ്മ ചെയ്യുന്നൊരു കൃപ കർത്താവ് അങ്ങോട്ട് കൊടുത്തു. ഞാൻ പ്രത്യേകം ബിനോയ് അച്ഛനെ ഓർമ്മിക്കുകയാണ്. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ ഒറ്റയ്ക്ക് വേണമെങ്കിൽ എത്രയോ കാര്യങ്ങളൊക്കെ ബിൽഡപ്പ് ചെയ്തെടുക്കാം. പക്ഷെ ഞാൻ അച്ഛനിൽ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എല്ലാ അച്ഛന്മാരുണ്ട്, മറ്റച്ഛന്മാർക്കെല്ലാം അങ്ങനെയുണ്ട്. പക്ഷേ ഇപ്പം അച്ഛനിപ്പോൾ ഇവിടുത്തെ PDM-ൻ്റെയും അതുപോലെ മറ്റ് SJM-ൻ്റെ ഒക്കെ ശുശ്രൂഷകളിൽ ഒരുമിച്ചാണ് ശുശ്രൂഷകൾ മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഒരുമിച്ച് മൂവ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ അതിനകത്ത് മനസ്സിലാക്കുന്നുണ്ട്. ദൈവം വളരെ വലിയ അനുഗ്രഹങ്ങൾ, ഒത്തിരി ബലഹീനതകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെല്ലാം സർപ്പാസ് ചെയ്യുന്ന വിധം സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെ കർത്താവ് ചൊരിയുന്ന ഒരു അനുഭവമാണ് ഒരുമിച്ച് മൂവ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ നമുക്ക് പറയാൻ, ബിനോയിച്ചിന് ഈ കാര്യത്തെക്കുറിച്ച് കുറച്ചും കൂടെ നന്നായിട്ട് പറയാൻ സാധിക്കും. ഞാൻ ബിനോയിച്ചിനെ ഇപ്പോൾ ഒന്ന് പ്രത്യേകം ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ ഇപ്പോൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സൈഡിലിരുന്ന് ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഓർക്കുമായിരുന്നു. ഞാൻ ഓർക്കാണ്, ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട വട്ടാലച്ചൻ അന്ന് ഞങ്ങളുടെ ഇടവകയിൽ വേദപാഠം പഠിപ്പിക്കാൻ വന്നൊക്കെ ഓർക്കാണ്. അന്ന് മുതൽ അച്ഛനുമായൊരു കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർത്തു. പിന്നെ അട്ടപ്പാടി ധ്യാനകേന്ദ്രം ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടങ്ങൾ സഹായിക്കാൻ വേണ്ടി വന്നതും, പിന്നെ ഞാൻ സെമിനാരിൽ ചേർന്നു. ദൈവത്തിൻ്റെ വലിയൊരു കരുണയെന്ന് പറയുന്നത് ഈ സഖിയോൻ ധ്യാനകേന്ദ്രത്തിൽ വട്ടാലിച്ചൻ്റെ കൂടെ റീജൻസ് ചെയ്യാൻ വേണ്ടി ദൈവം എന്നെ നിയോഗിച്ചു എന്നുള്ള അങ്ങനെ വലിയൊരു സന്തോഷമാണ്. ഞാൻ സത്യത്തിൽ എൻ്റെ സഹോദരങ്ങൾ ഇപ്പോൾ ഈ അഭിഷേകത്തിന് എപ്പിസോഡ് എടുക്കുമ്പോഴാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വൈദികരുടെ ധ്യാനം, സിസ്റ്റർമാരുടെ ധ്യാനം, അൽമാരുടെ ധ്യാനം, കൺവെൻഷൻ ഏത് നടക്കുമ്പോഴാണെങ്കിലും എനിക്ക് ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ, അതായത് ഒറ്റയ്ക്ക് ധ്യാനം നടത്തുന്നതിനേക്കാൾ എനിക്കിഷ്ടം അച്ഛൻ്റെ കൂടെ ചെയ്യുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് ഈ കഴിഞ്ഞ ഏത് എപ്പിസോഡിനേക്കാളും എനിക്ക് വലിയൊരു സന്തോഷത്തിന് നിറവ് ഈ എപ്പിസോഡാണ്. കാരണം കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവ് വലിയ അഭിഷേകം നിറയും. അത് മാത്രമല്ല വലിയ സ്നേഹത്തിന്റെ ഒരു ജ്വലനം സംഭവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ ഞാനിത് പറയുമ്പോൾ ഇത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് പറയുമ്പോൾ അതിനൊരു ചൂടും കുറച്ച് കൂടുതലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വളരെ ഫ്രീ ആയിട്ട് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കാൻ കർത്താവ് നല്ലൊരു വചനം മനസ്സിൽ തന്നത്, ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് ഇതിനെക്കുറിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിയത്. കർത്താവ് തന്ന വചനം സമാപ്രസംഗന്റെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. ബുക്ക് ഓഫ് എക്ലിയസിയാസ്റ്റിക്കസ് ചാപ്റ്റർ 4 വേഴ്സ് 9 to 12. നല്ല ഹൃദ്യമായ വചനമാണ്. 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. അവരിൽ ഒരുവൻ വീണാൽ അവരിന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല. അവൻ്റെ കാര്യം കഷ്ടമാണ്. 2 പേർ ഒരുമിച്ച് കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും. തനിച്ചായാൽ എങ്ങനെ ചൂട് കിട്ടും? ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം. 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. 30 ചരട് വേഗം പൊട്ടുകയില്ല. ഹല്ലേലൂയ. കുറച്ച് ദീർഘമായ വചനമാണെങ്കിലും
ദൈവത്തിൻ്റെ ജ്ഞാനം ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വചനത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ് എന്ന് പറയുമ്പോൾ 3 പേരാണെങ്കിൽ അതിനേക്കാൾ നല്ലതാണ്, 4 പേരാണെങ്കിൽ അതിനേക്കാൾ നല്ലതാണ്, 5 പേരാണെങ്കിൽ അതിനേക്കാൾ നല്ലതാണ്, 25 പേരാണെങ്കിൽ അതിനേക്കാൾ നല്ലതാണ്. നമ്മൾ കുടുംബത്തിൽ മക്കളുടെ എണ്ണം കൂടി വരുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റികളിലും പൗരോഹിത്യത്തിലായാലും കുടുംബത്തിലായാലും സന്യാസത്തിലാണെങ്കിലും ആൾക്കാരുടെ എണ്ണം കൂടി വരുന്ന ഒരുപാട് നന്മയാണ്. എന്താണ് നന്മ? ഒന്നാമത്തെ നന്മ ആ വചനഭാഗത്തിലുള്ളത് ഇതാണ്: അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. നമ്പർ 1 ബ്ലെസ്സിങ് പറയാണ്, അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ വേണ്ടി കഴിയും. എൻ്റെ സഹോദരങ്ങളെ, ഇതിൻ്റെ മറുവശം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഒറ്റയ്ക്ക് ചെയ്യാനാണോ എളുപ്പം, ഒരുമിച്ച് ചെയ്യാനാണോ എളുപ്പം? ഒരു സെക്കൻഡ് ചിന്തിച്ചാൽ നമ്മൾ പറയും ഒറ്റയ്ക്ക് ചെയ്യാനാണ് എളുപ്പം. കാരണം എന്താ? ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയാൽ ചില മെച്ചങ്ങളുണ്ടെന്ന് നമുക്ക് തോന്നും. ശരിയാണ്, നമ്മുടെ അഭിപ്രായം നമുക്ക് നടപ്പാക്കാം, നമ്മുടെ ഇഷ്ടം നടപ്പാക്കാം, നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. അതിൻ്റെ എല്ലാ വട്ടാഴ്ച മുമ്പേ പറഞ്ഞ ഉദാഹരണത്തിൽ എന്നതുപോലെ അതിൻ്റെ എല്ലാ പുകഴ്ചയും ഗ്ലോറിയും എല്ലാം നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഒരു കാര്യത്തിന് ഇപ്പോൾ ഒരു 3-4 പേരോ അല്ലെ 5 പേരോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സമൂഹമായിട്ടോ ഒരു മീറ്റിംഗ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു കാര്യത്തിന് തീരുമാനമെടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഒറ്റയ്ക്കാണ് തീരുമാനം ടക്ക് ടക്ക് എന്ന് കാര്യങ്ങൾ ചെയ്തു പോകാം. എന്നാൽ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട വട്ടാളിച്ചൻ പറഞ്ഞതുപോലെ ലോകരാജ്യ നിയമവും ദൈവരാജ്യത്തിൻ്റെ നിയമവും രണ്ടും രണ്ടാണ്. വേറെ തരം ചിന്തിച്ചാൽ ഒറ്റയ്ക്ക് ചെയ്യാനാണ് എളുപ്പമെന്ന് തോന്നാം, ഒരുമിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് തോന്നാൽ, എന്നാൽ ദൈവരാജ്യത്തിൻ്റെ നിയമം പഠിപ്പിക്കുന്ന അതല്ല, ഫലപ്രദമാകുന്ന ഒരുമിച്ച് ചെയ്യുന്നതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് നല്ലൊരു ഉദാഹരണം പറയാം. ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് വല്ലപ്പോഴൊക്കെ പറമ്പിൽ കൂടെ ഇങ്ങനെ പശുവിനെ തീറ്റാനും അങ്ങനത്തെ ഉള്ള ഓരോ ജോലികൾക്ക് ചെറിയ ജോലികൾക്ക് പോകുമ്പോൾ ഞാൻ ഒരു ദിവസം കണ്ടൊരു കാഴ്ചയുണ്ട്. അത് ഞങ്ങൾക്ക് വീടിൻ്റെ അവിടെ കുറച്ച് കാപ്പിത്തോട്ടം, കാപ്പിച്ചെടി ഉണ്ടല്ലോ, അത് കുറച്ച് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഒരു ദിവസം ഈ നീറെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, പുളിയുറുമ്പ്, അതിൻ്റെ ഒരു കൂട് അതുങ്ങൾ അവസാനിപ്പിച്ചു. എന്നിട്ടൊരു പുതിയ കൂടുണ്ടാക്കാൻ വേണ്ടി ഈ ഉറുമ്പുകൾ, ഈ നീറ് അല്ലെങ്കിൽ പുളിയുറുമ്പ് പല സ്ഥലത്ത് പല ഭാഷയാണ്, അതിങ്ങനെ മൂവ് ചെയ്ത് നടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചെറുപ്പകാലമായതുകൊണ്ട് എനിക്കൊരു കൗതുകം, എങ്ങനെയാണ് ഈ ഉറുമ്പ് അല്ലെങ്കിൽ നീറ് ഇങ്ങനെ ഇരിക്കുന്ന ഇലയൊക്കെ പിടിച്ച് അതുങ്ങൾ വളച്ച് തിരിച്ച് പിടിച്ചൊരു കൂടാക്കി മാറ്റുന്നു, ഒരു കൗതുകം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഉറുമ്പുകളുടെ കൂട്ടത്തിൽ പതുക്കെ കാപ്പിച്ചെടിയുടെ സൈഡിൽ കൂടെ ഞാൻ പതുക്കെ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഉറുമ്പുകൾ നടന്നത് ആദ്യം ഒരു ഉറുമ്പേ പോകും, പിന്നെ പുറകെ വാലായി 10-600 ഉറുമ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഈ ഉറുമ്പുകൾ എന്നൊരു കാപ്പിച്ചെടിയിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ ഒരു പ്രശ്നം, അതിനടുത്ത ഒരു നിര കാപ്പിച്ചെടി എങ്ങനെയോ ഉണങ്ങിപ്പോയത്, അതവിടെ ഇല്ല. പിന്നെ ഒരു നിര കഴിഞ്ഞതിന് ശേഷം അടുത്ത നിരയെ കാപ്പിച്ചെടി ഉള്ളൂ. അപ്പോൾ ഈ കാപ്പികൾ തമ്മിൽ കണക്ഷൻ ഇല്ല. അപ്പോൾ അപ്പുറത്തെ അങ്ങേ അറ്റം നിൽക്കുന്ന കാപ്പിച്ചെടിയിൽ നിന്ന് ഒരു തണ്ട് ഇങ്ങോട്ട് നീണ്ടു നിൽക്കുന്നുണ്ട്, ഇവിടുന്ന് ഒരു തണ്ട് നീണ്ടു നിൽക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഇല മാത്രമേ കൂട്ടിമുട്ടുന്നുള്ളൂ. അത് കാറ്റുണ്ടെങ്കിൽ ഒട്ട് കൂട്ടിമുട്ടുകയില്ല. ഉറുമ്പുകൾ ഇത് അറിയുന്നില്ലല്ലോ. അതിങ്ങളിങ്ങനെ വന്ന് ആദ്യത്തെ ഉറുമ്പ് വന്ന് ഈ ഇലയുടെ അറ്റത്ത് നോക്കി. അപ്പോൾ ഇച്ചിരി ഇളം കാറ്റുള്ള സമയമാണ്, അതിനങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ അതിങ്ങനെ അപ്പുറത്തേക്ക് ഇലയൊന്ന് പിടിക്കാനൊക്കെ നോക്കി, രക്ഷയില്ല. ഉറുമ്പ് നേരെ പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ 10-650 ഉറുമ്പുകൾ ട്രെയിനിൻ്റെ ബോഗി നിൽക്കുന്ന പോലെ ഇങ്ങനെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ്, അത് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഈ ആദ്യത്തെ അപ്പോൾ ഞാനും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആദ്യത്തെ ഉറുമ്പ് എന്തെന്നറിയോ, അത് നിന്നിരുന്ന ഇലയിൽ അതിനെ പിൻകാൽ ഉറപ്പിച്ചു. എന്നിട്ട് ഇങ്ങനെ ബോഡിയെല്ലാം ബാലൻസ് ചെയ്ത് നിർത്തി. അപ്പോൾ കാറ്റൊന്ന് അടങ്ങി ആ ഇല അടുത്തേക്ക് വന്നപ്പോൾ ഈ ഉറുമ്പ് പതുക്കെ മുൻകാലുകൊണ്ട് അതിൻ്റെ തലകൊണ്ട് അപ്പുറത്തെ ഇലയെ കടിച്ചു പിടിച്ചു. അപ്പോൾ ഇലയൊന്ന് അനങ്ങി ഈ ഉറുമ്പ് അപ്പുറത്തെ ഇലയെ കയറി. അപ്പം ഞാൻ വിചാരിച്ചു, ഈ ഉറുമ്പുകളെല്ലാം കൂടി ഇങ്ങനെ അക്കരെ കയറണം എന്നുണ്ടെങ്കിൽ ഒരു 10-250 ഉറുമ്പ് ഇങ്ങനെ താഴെ പോകും. അപ്പോൾ ഞാൻ ഇത് കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നോക്കിയിരിക്കുമ്പോൾ ഈ അപ്പുറത്തെ ഇലയിൽ കയറി ഉറുമ്പുണ്ടല്ലോ, ആ ഉറുമ്പ് അവിടെ അതിൻ്റെ പിൻകാൽ ഉറപ്പിച്ചു. എന്നിട്ട് അതിൻ്റെ തല ഇങ്ങോട്ട് നീക്കി പിടിച്ചു. ഇവിടുന്ന് ഈ ഇലയിൽ നിന്ന് വന്നിരിക്കുന്ന രണ്ടാമത്തെ ഉറുമ്പുണ്ടല്ലോ, അത് ഇവിടെ പിൻകാൽ ഉറപ്പിച്ചിട്ട് അതിൻ്റെ തലയങ്ങ് നീട്ടിപ്പിടിച്ചു. അപ്പോൾ ഈ ഉറുമ്പുകൾ തമ്മിൽ 2 ഇലയിൽ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ഈ ഇലകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ നോക്കുമ്പോൾ കണ്ട കാഴ്ച എന്നറിയോ, ബാക്കി വന്ന ഉറുമ്പുകൾ മുഴുവൻ ഈ ഉറുമ്പുകളുടെ മുകളിൽ കൂടെ കയറി അക്കരെ കടക്കുന്നോടം വരെ ഈ 2 ഉറുമ്പുകൾ കടിച്ചു പിടിച്ച് ഈ ഇല ഇങ്ങനെ അടുപ്പിച്ച് പിടിച്ച് നിർത്തി. സഹോദരങ്ങളെ, കൂട്ടായ്മയിൽ ഒരുമിച്ചുള്ള അധ്വാനത്തെക്കുറിച്ച് ഉറുമ്പ് മനുഷ്യനെ പഠിപ്പിക്കുന്ന പാഠം. അതുകൊണ്ട് ആ പ്രഭാഷകന്റെ പുസ്തകത്തിൽ വചനം പഠിപ്പിക്കുന്നത് വേറൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിലും എറുമ്പിന്റെ പ്രവൃത്തി കണ്ട് നമുക്ക് കുറച്ച് വിവേകം മുളയ്ക്കണം.
ഒരുമിച്ചുള്ള അധ്വാനത്തെക്കുറിച്ച് ഉറുമ്പ് മനുഷ്യനെ പഠിപ്പിക്കുന്ന പാഠം. ഇതിനകത്ത് ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്നാമത് നിന്ന ഉറുമ്പ് എവിടെ എത്തി? ഏറ്റവും പുറകിലെത്തി. രണ്ടാമത് നിന്ന് ഉറുമ്പും പുറകിലെത്തി. എന്നാൽ ഒരുമിച്ച് അധ്വാനിക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചില ഒന്നാം സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ചിലപ്പോൾ നമ്മുടെ അഭിപ്രായം ഇല്ല നടപ്പാക്കാൻ പറ്റിയെന്ന് വരില്ല, നമ്മുടെ ഇഷ്ടങ്ങൾ നടപ്പാക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ അതല്ല നോക്കേണ്ടത്. ദൈവരാജ്യം വളരുന്നുണ്ടോന്നാണ് നോക്കുന്നത്, സഭ വളരുന്നുണ്ടോന്നാണ് നോക്കേണ്ടത്, കുടുംബം വളരുന്നുണ്ടോന്നാണ് നോക്കേണ്ടത്, സമൂഹം വളരുന്നുണ്ടോന്നാണ് നോക്കേണ്ടത്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ ഉറുമ്പുകൾ മുഴുവൻ എങ്ങനെയാണ് അക്കരയ്ക്ക് കടന്നത്? ഈ 1-2 ഉറുമ്പുകളുടെ മുകളിൽ കൂടെ കവിട്ടി തേച്ച് അരച്ചല്ലേ അക്കരയ്ക്ക് കടന്നത്. കൂട്ടത്തിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ചിലപ്പോൾ ചില അഭിപ്രായങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിന് കുറച്ച് വേദന ഉണ്ടാകും. ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ ഇഷ്ടം ചില വിട്ടുകൊടുക്കുമ്പോൾ മനസ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ഞാനാണോ നീയാണോ വലുതാകുന്നെന്നുള്ളതല്ല വിഷയം. ഈശോ വളരുന്നുണ്ടോ, സഭ വളരുന്നുണ്ടോ, കുടുംബം വളരുന്നുണ്ടോ, സമൂഹം വളരുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും അതേ തിരുവചന ഭാഗം നമുക്ക് ഒന്നുകൂടെ വായിച്ചു നോക്കാം. സഭാപ്രസംഗന്റെ പുസ്തകത്തിലെ വചനം. 2 പേർ ഒരാളേക്കാൾ മെച്ചമാണ്, കാരണം അവർക്ക് ഒരുമിച്ച് കൂടുതൽ ഫലപ്രദമായി അധ്വാനിക്കാൻ കഴിയും. രണ്ടാമത്തെ വചനം തുടർന്ന് വായിക്കുന്നുണ്ട്. അവരിൽ ഒരുവൻ വീണാൽ അപരന് താങ്ങാൻ കഴിയും. ഒറ്റയ്ക്കായിരിക്കുന്നവൻ വീണാൽ താങ്ങാൻ ആരുമില്ല, അവൻ്റെ കാര്യം കഷ്ടമാണ്. എൻ്റെ സഹോദരങ്ങളെ, കൂട്ടായ്മ നൽകുന്ന വലിയ മെച്ചമെന്ന് പറയുന്നത്, കൂട്ടായ്മ നൽകുന്ന വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്നത്, ഒരുവൻ വീണാൽ അപരന് താങ്ങാൻ കഴിയും. പ്രിയമുള്ള സഹോദരങ്ങളെ, വട്ടാഴ്ച മുമ്പേ പറഞ്ഞതുപോലെ എല്ലാ സ്ഥലത്തും ഒരു ഇൻഡിവിജ്വലിസം വളർന്നു വരികയാണ്. അത് പൗരോഹിത്യത്തിലായാലും സന്യാസത്തിലായാലും കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും സമുദായത്തിലാണെങ്കിലും ഇങ്ങനെ വരുമ്പോഴാണ് ഉണ്ടാകുന്ന വലിയ അപകടം എന്ന് പറഞ്ഞ് വീണ് പോകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. പണ്ട് കുടുംബത്തിൽ ഒരുമിച്ച് എല്ലാവരും കൂടെ താമസിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ സഹോദരൻ ഒരുവൻ വീണാൽ അപരനെ താങ്ങാൻ കഴിയും. പറയുമ്പോ ഞാൻ ഓർക്കാം, ഞാൻ സെമിനാരി പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ഒരു അച്ഛൻ പറഞ്ഞൊരു ഉദാഹരണം എൻ്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന ഒരു ഉദാഹരണമാണ്. അച്ഛൻ പറഞ്ഞ ഒരു ഉദാഹരണം എങ്ങനെയാണ്? ദേശാടന പക്ഷികൾ പറക്കുന്നതിനെ കുറിച്ചാണ്. ദേശാടനം പറഞ്ഞ ഓരോ കാലഘട്ടത്തിൽ വരുന്ന പക്ഷികൾ അത് പറക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഏറ്റവും മുമ്പിൽ ഒരു പക്ഷി പറന്നു പോകും, അതിന് പുറകിൽ പിന്നെ 2 പിന്നെ 4 അങ്ങനെ പറഞ്ഞ ഒരു വി ഷേപ്പിലാണ് പക്ഷി പറക്കുന്നത്. അതിൻ്റെതായ ഒരു കാര്യമുണ്ട്. ഈ വായു അല്ലെങ്കിൽ അതിൻ്റെ കർഷണം അതിൻ്റെ എതിർപ്പിനൊക്കെ അതിജീവിക്കാൻ ഒരു മാർഗമാണ്. അങ്ങനെ ഏറ്റവും മുമ്പിൽ പറക്കുന്ന പക്ഷി കുറച്ച് സമയം പറന്നു കഴിയുമ്പോൾ ഓക്സിജൻ സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടാതെ വരുമ്പോൾ അത് ചിലപ്പോൾ കുറച്ച് ക്ഷീണിക്കും, അല്ലെങ്കിൽ സ്പീഡ് കുറയും. അങ്ങനെ സ്പീഡ് കുറഞ്ഞാൽ ഉടനെ സംഭവിക്കുന്ന കാര്യം എന്താണെന്നറിയോ? തൊട്ട് പുറകിൽ പറക്കുന്ന പക്ഷികളിൽ ഏതെങ്കിലും ഒന്ന് വേഗം മുൻനിരയിലോട്ട് കയറും. അത് മുൻനിരയിൽ കയറി ആ ഗ്രൂപ്പിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു എന്ന് കണ്ടു കഴിയുമ്പോൾ ഈ തളർന്ന പക്ഷി വളരെ റിലാക്സ് ചെയ്ത് കുറച്ച് പതുക്കെ പറക്കും. അങ്ങനെ പറന്ന് അത് ഏറ്റവും പുറകിലാവും. ബാക്കി പക്ഷികളെല്ലാം ഇങ്ങനെ പറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ ഈ തളർന്ന പക്ഷി ഏറ്റവും പുറകിൽ പറക്കുന്നത് കാണുമ്പോൾ ആ തളർന്ന പക്ഷിയുടെ തൊട്ട് മുമ്പിൽ പറക്കുന്ന അവസാനത്തെ നിരയുണ്ടല്ലോ, ആ നിര പക്ഷികൾ അവർ പതുക്കെ സ്പീഡ് കുറയ്ക്കും. അവർ പതുക്കെ സ്പീഡ് കുറച്ച് ഈ തളർന്ന പക്ഷിയുടെ കൂടെ പറക്കും. ബാക്കിയുള്ള പക്ഷികൾ പറന്ന് മുമ്പിൽ കയറി പോയി കഴിഞ്ഞു. അവസാനം കുറേ നേരം കഴിയുമ്പോൾ ഈ തളർന്ന പക്ഷിക്ക് വീണ്ടും ഓക്സിജൻ സഫീഷ്യൻ്റ് ആയിട്ട് കിട്ടി. അത് വീണ്ടും സ്പീഡ് കൂട്ടാൻ തുറക്കുന്നതിനനുസരിച്ച് ഈ കൂടെ പറക്കുന്ന പക്ഷികളെ സ്പീഡ് കൂട്ടി അത് വീണ്ടും ഈ ഗ്രൂപ്പിനോട് കൂടിച്ചേരും. എൻ്റെ സഹോദരങ്ങളെ, തളർന്നതിൻ്റെ കൂടെ പറന്ന് അതിനെ ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് ദേശാടന പക്ഷി മനുഷ്യനെ പഠിപ്പിക്കുന്ന പാഠമാണ്. ഹല്ലേലൂയ. ഇന്ന് സമൂഹത്തിലും സമുദായത്തിലും ആരെങ്കിലും ഒരാൾ വീണ് കഴിഞ്ഞാൽ ഉടനെ ബാക്കി എല്ലാവരും കൂടെ പ്രത്യേക തരത്തിൽ താങ്ങാനല്ല നോക്കേണ്ടത്. എൻ്റെ സഹോദരങ്ങളെ, ഒരാൾ വീണുപോയാൽ വേഗം സപ്പോർട്ട് ചെയ്ത് പൊക്കിയെടുക്കാനാണ് നോക്കേണ്ടത്. അതിനാണ് കുടുംബം ഒരുമിച്ച് ജീവിക്കേണ്ടത്, സമൂഹം ഒരുമിച്ച് ജീവിക്കേണ്ടത്, സമുദായം ഒരുമിച്ച് ജീവിക്കേണ്ടത്. ഇന്ന് സമൂഹത്തിൽ തൊട്ടടുത്ത വീട്ടിൽ ഒരു കാര്യം സംഭവിച്ചു, അല്ലെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത കുടുംബത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ മറ്റാരും കയറി ആക്രമിച്ചോ, ഒരാളും അനങ്ങാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് ബൈബിളിന്റെ സ്പിരിച്വാലിറ്റി ലോകത്തിന്റെ സ്പിരിച്വാലിറ്റി വ്യത്യാസമുണ്ട് സഹോദരങ്ങളെ. അവർക്ക് പറയാം ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ വലിയ ബ്ലെസ്സിംഗ് എന്ന് പറയുന്നത് അതാ വചനത്തിന്റെ അവസാന ഭാഗത്തുണ്ട്. അതിതാണ്, ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, 2 പേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. വചനം വെളിപ്പെടുത്താണ്, മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. ഹല്ലേലൂയ. മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. ഒരു ചരടാണെങ്കിൽ അത് വലിച്ച പെട്ടെന്ന് പൊട്ടും.
എന്നാൽ 2 3 ചരട് കൂട്ടിക്കെട്ടി ഉണ്ടാക്കിയതാണെങ്കിൽ അത് വലിച്ചാൽ പെട്ടെന്ന് പൊട്ടുകയില്ല. അതുകൊണ്ട് ഈ ലോകത്തിൽ തിന്മയോട് ചെറുത്ത് നിൽക്കണമെന്നെങ്കിൽ ഒറ്റയ്ക്കല്ല, ഒരുമിച്ചാണ് പൊരുതേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ കാലഘട്ടങ്ങൾ പിശാചിനോടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ വിശ്വാസിയും ഒറ്റയ്ക്കല്ല പൊരുതേണ്ടത്, ഒരുമിച്ചാണ് പൊരുതേണ്ടത്. ഒരുമിച്ച് പൊരുതിയാണ് തിന്മയോട് തോൽപ്പിക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ യൂദാസ് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. പുറത്ത് അന്ധകാരമായിരുന്നു എന്ന് പറഞ്ഞാൽ പിശാചിന്റെ വായിലോട്ടാണ് പോയി കയറിയത്. അപ്പോസ്തലന്മാർ ഒരുമിച്ചാണ് നിന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വി ഹാവ് ടു ഫൈറ്റ് അഗൻസ്റ്റ് ഇൻഡിവിജ്വലിസം. ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ ഇത് വളർന്നു വരുന്നുണ്ട്. നമ്മുടെ സമൂഹങ്ങളിൽ ഇത് വളർന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ ദൈവവചനം നമുക്ക് തരുന്ന അനുഗ്രഹത്തിൻ്റെ പാതയാണ് ഒരുമിച്ച് നിൽക്കുക, ഒരുമിച്ച് ചിന്തിക്കുക, നമ്മുടെ തന്നെ ഇഷ്ടങ്ങൾ ബലി ചെയ്യുക, നമ്മുടെ താല്പര്യങ്ങളെ മാറ്റിവെക്കുക. നാം കർത്താവ് എവിടെ നോക്കിക്കോ, മോശേനെ വിളിച്ചപ്പോൾ അഹ്റോനെയും ഒരു ചെറിയ ടീം കർത്താവ് ഒരു കൂട്ടായ്മയായി. അതുപോലെ എല്ലാ ബൈബിളിൽ നോക്കിക്കോ, കർത്താവ് ഒരുമിച്ച് നിൽക്കാൻ അവരെ അഭിഷേകം ചെയ്യുകയാണ്. ഈ ഒരു അവസരത്തിൽ ആരാധന വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് പോകുന്ന സ്പിരിറ്റിൽ നിന്ന് മാറി ഒന്നിച്ച് വന്ന് പന്തക്കൊസ്ത അനുഭവം, പന്തക്കൊസ്ത നാളിൽ പരിശുദ്ധാത്മ വന്നപ്പോൾ അപ്പോസ്തലന്മാർ ഒരുമിച്ച് ഒരൊറ്റ സമൂഹമായി, ഒരൊറ്റ അരൂപിയായി മുന്നോട്ട് നീങ്ങിയതുപോലെ ഒരുമിച്ച് നിൽക്കാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ സന്നിധിയിൽ നമുക്ക് മുട്ടുകുത്താം. നമ്മുടെ കർത്താവിന് മുമ്പിൽ മുട്ടുമേൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലെല്ലാം പ്രകടമായ ഒരരൂപിയാണ് എൻ്റെ ഇഷ്ടം നടക്കണം, എൻ്റെ അഭിപ്രായം നടക്കണം, തന്നിഷ്ടം യാഥാർത്ഥ്യമാക്കണം, വിധേയപ്പെടാൻ പറ്റാത്ത അവസ്ഥ, ഒന്നൊന്നിനോട് യോജിച്ചിരിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചപേക്ഷിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ, പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ, സ്നേഹം നിറച്ച് ഈശോയുടെ ഉപകരണങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. ഈ സമയം ദിവ്യകാരുണ്യ ആശീർവാദം നൽകപ്പെടുമ്പോൾ 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കാം, ഈശോയിലേക്ക് നോക്കാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, ജീവിക്കുന്ന ദൈവത്തിൻ്റെ അരൂപിയെ ഒന്ന് ഒരുക്കി വാർക്കണമേ. ഉച്ചത്തിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമാ ഞങ്ങളിൽ പതിക്കേണമേ. ഉരുക്കി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ, സ്നേഹം നിറച്ചു നീ ഉപയോഗിക്കൂ. ഈ കാലഘട്ടത്തിനഭിഷേകം നിറഞ്ഞിടാൻ അധികമാമളവിൽ അഭിഷേകം പകരണമേ. നിറയട്ടെ